യൂസുഫുൽ ഇസ്ലാം എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ് വായിച്ച് അതിനോടുള്ള ആകർഷണീയത കൊണ്ട്, അതിനോടുള്ള താല്പര്യം കൊണ്ട് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചിട്ടുണ്ട്. അത്രയും മനോഹരമായ ആശയങ്ങളുള്ള, അർത്ഥങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ് എന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിന് വളരെ പ്രധാനമായി പറയുന്നത് ക്ഷമയാണ്. ക്ഷമയെ കുറിച്ചാണ് അതിൽ വളരെ പ്രധാനമായി പറയുന്നത്. റമദാൻ എന്ന് പറയുന്നത് തന്നെ ക്ഷമയാണ്. പരിശുദ്ധ റമദാൻ ക്ഷമയാണ്. എന്തിൽ നിന്നുള്ള ക്ഷമ? വെള്ളം കുടിക്കൽ ഹലാലാണ്. പക്ഷെ റമദാനിൽ ആ ഹലാലായ വെള്ളം കുടിക്കുന്നതിൽ നിന്ന് നമ്മൾ ക്ഷമിച്ചു നിൽക്കാൻ, ഇബാദത്ത് ചെയ്യാനുള്ള ക്ഷമ. അതേപോലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഹലാലാണ്. റമദാനിന്റെ പകലിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഭാര്യയുമായി ഇണചേരുക എന്നുള്ളത് ഹലാലാണ്, സുന്നത്തായ കാര്യമാണ്. പക്ഷെ റമദാനിന്റെ പകലിൽ അള്ളാഹുവിന് വേണ്ടി സുന്നത്തായ കാര്യം വരെ നമ്മൾ ക്ഷമിച്ചു നിൽക്കണം. റമദാൻ എന്ന് പറയുന്നത് ക്ഷമയാണ്. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. നമ്മൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ, വയത്തഖി എന്നിട്ടോ അള്ളാഹുവിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ക്ഷമയോടെ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അത്തരം ആളുകൾക്ക് അള്ളാഹു വളരെ മഹത്തായ പ്രതിഫലമാണ് നൽകാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ സൂറത്ത് യൂസുഫ് എങ്ങനെയാണ് അള്ളാഹു തുടങ്ങുന്നത്? അലിഫ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം റാ അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. എന്താ അഹ്സൻ എന്ന് പറഞ്ഞാൽ? ഹസൻ, ഹുസൈൻ. അഹ്സൻ എന്ന് പറഞ്ഞാൽ നല്ലവൻ. ഹുസൈൻ അതിന്റെ കൊച്ചു ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന രണ്ടുപേരുണ്ടായിരുന്നു. ഹസൻ അതിന്റെ ചെറിയ വർഷമാണ് ഹുസൈൻ. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അറ്റാണ് അഹ്സൻ, ഏറ്റവും നല്ലവൻ. അഹ്സൻ. അപ്പൊ അഹ്സനൽ ഖസസ്, ഏറ്റവും മനോഹരമായ ചരിത്രമാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. നല്ല കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോവാണ്. നിങ്ങൾക്ക് ഞാൻ വളരെ മനോഹരമായ ഖുർആനിനെയാണ് ഇറക്കി തന്നത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, അല്ലാഹുവിന്റെ ആയാത്തുകളാണ്. അങ്ങനെയാണ് തുടങ്ങുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ്. അഥവാ അലിഫ് ലാം റാ, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അറിയില്ല. അലിഫ് ലാം റാ, അല്ലാഹുവിനെ അതിന്റെ അർത്ഥം അറിയുള്ളൂ. അലിഫ് ലാം മീം, അല്ലാഹുവിനെ അതിന്റെ അർത്ഥം അറിയുള്ളൂ. കാഫ് ഹാ യാ ഐൻ സ്വാദ്, അഞ്ചക്ഷരങ്ങളാണ്. ഈ അലിഫ് ലാം റാ എന്ന് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു 30 പ്രതിഫലമാണ് നമ്മൾക്ക് നൽകുന്നത്. ഒരു ഹർഫിന് 10 ഹസന, 2 ഹർഫ് പാരായണം ചെയ്യുമ്പോൾ 20 ഹസന. അലിഫ് ലാം റാ മൂന്നാമത്തേത് ഉച്ചരിക്കുമ്പോൾ അല്ലാഹു തആല 30 പ്രതിഫലങ്ങളാണ് അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരത്തിന് സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യാറുണ്ട്. ഇശാ നിസ്കരിക്കാൻ എണീറ്റ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യും. അപ്പൊ നമ്മള് സുന്നത്ത് ചെറിയ സൂറത്താണെന്ന് പറയുന്നത്. ചെറിയ സൂറത്തല്ലേ സുന്നത്ത് എന്ന് പലപ്പോഴും പറയും. സുന്നത്ത് ചെറിയ സൂറത്തൊക്കെയാണ്. പക്ഷെ മഅ്മൂമിങ്ങൾക്ക് വലിയ സൂറത്ത് ഓതുമ്പോഴാണ് ഒരു ഭയഭക്തിയും നിസ്കാരത്തോടൊരു താല്പര്യമുള്ളതെങ്കിൽ വലിയ സൂറത്ത് തന്നെ ഓതുന്നത്. എപ്പോഴും അലിഫ്, എപ്പോഴും ഒരു അനന്തര, എപ്പോഴും ഒരു ഹല്ല. ബാക്കിയുള്ള മഅ്മൂമിങ്ങൾക്ക് വലിയ സൂറത്ത് ഓതുമ്പോൾ അതിന്റെ ആയത്തുകളിൽ ഒരു ലദ്ദത്ത്, ഒരു ആസ്വാദനം, ടേസ്റ്റ് അത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ സൂറത്ത് കേൾക്കാൻ നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ലോകത്തെല്ലാവർക്കും അങ്ങനെയാണ്. കേരളത്തിൽ മാത്രമാണ് അനന്തര ഓതി നിസ്കരിക്കുന്നത്. ഇശാന അനന്തര, സുബഹിക്ക് അനന്തര, മഗ്‌രിബിന് അനന്തര. ചില മഹ്മൂമികൾക്ക് ആവശ്യം വേറെ ചില ആളുകൾക്ക് ഖുർആൻ ആസ്വദിക്കണമെന്ന താല്പര്യമുണ്ട്. അത്തരം ആളുകൾക്ക് ഈ ഒരു അവസരം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ മഹാനായ യൂസുഫ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഇശാ നിസ്കാരത്തിന് സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യും. ഇമാമാണല്ലോ. ആ ബാക്കിൽ ഇരിക്കുന്ന ഡോറിൽ ഇരിക്കുന്ന ആളുകൾക്ക് അന്ന് മൈക്കൊന്നുമില്ല. ഏറ്റവും അവസാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുന്ന ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. മൈക്കില്ല, ഇത് മൈക്കുണ്ടായിട്ടാണ് അവിടെ എത്തുക. ഇന്നത്തെ പോലെ നമ്മളോട് 500 ആളുകൾ അറിയിക്കും മാക്സിമം. അന്ന് വിശാലമായ പള്ളിയിൽ 10,000കണക്കിന് സ്വഹാബാക്കൾ വന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളുടെ കാലത്ത് തന്നെ 1,00,000 ചില്ലാനം സ്വഹാബാക്കളുണ്ട്. വിശാലമായ പള്ളിയിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരത്തിന് സൂറത്ത് യൂസുഫ് പാരായണം ചെയ്താൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ ഫസമിഅ നശീദു ബുകാഇഹി ഫീ ആഖിരി സുഫൂഫ് അവസാനത്തെ ആളുകൾക്ക് വരെ കേൾക്കാറുണ്ട്. വഖറഅ ബിഹാ ഫി സുബ്ഹി സുബ്ഹി നിസ്കാരത്തിലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യാറുണ്ട്. ഫബകാ നിസ്കാരത്തിൽ ഇങ്ങനെ കരയും. ഖുർആൻ ഓതി കരയാൻ തുടങ്ങും, സൂറത്ത് യൂസുഫ് ഓതി കരയാൻ തുടങ്ങും. അങ്ങനെ ഖുർആൻ പൂർത്തീകരിക്കാൻ കഴിയില്ല, സൂറത്ത് പൂർത്തീകരിക്കാൻ കഴിയില്ല. പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റുകൂഇലേക്ക് പോകും. സൂറത്ത് പൂർത്തീകരിക്കാതെ പകുതിയിൽ വെച്ച് മഹാനവറുകൾ റുകൂഇലേക്ക് പോകാറുണ്ട്. കരയാനും ചിന്തിക്കാനും പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള സൂറത്താണ് അതിമഹാനായ നമ്മുടെ മഹത്വമേറിയ സൂറത്ത് യൂസുഫ് എന്ന് പറയുന്നത്. തുടങ്ങുന്നത് എങ്ങനെയാണ്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ചെറിയ പിഞ്ചുകുഞ്ഞാണ്, ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ഒരു സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നം കണ്ടപ്പോ നേരെ പോയി പറയുന്നത് ഹബീബ് തന്റെ പിതാവിനോടാണ്, പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോടാണ്. കാരണം ഉപ്പയാണ് ഏറ്റവും അടുത്ത ആൾ. അങ്ങനെ ആവണം മക്കൾക്ക് ഏത് രഹസ്യവും ഏത് പ്രയാസങ്ങളും തുറന്ന് പറയാനുള്ള ഒരാൾ ഉപ്പയായി മാറണം. നമ്മൾ പലപ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിൽ സൗഹൃദ ബന്ധം ഉണ്ടാവില്ല. ആ സൗഹൃദ ബന്ധം ഇല്ലാതിരിക്കുമ്പോഴാണ് പറയേണ്ടത് ഉപ്പയോട് പറയുന്നതിന് പകരം ചങ്ങാതിമാരോട് നാട്ടിലുള്ള വേറെ ആളുകളോടൊക്കെ പറയേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഞാനൊരു കാര്യം അതിനാണ് വിട്ടുപോയി. നമ്മുടെ ഇമാമയുടെ കുട്ടികൾ പുറത്തുണ്ട്, ഉദവികൾ പുറത്തുണ്ട്. നമ്മളെല്ലാ വർഷവും പരിശുദ്ധ റമദാനിലെ 3ാമത്തെ വെള്ളിയാഴ്ച കേരളത്തിന്റെ പുറത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള മദ്രസ സംവിധാനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. 1ാമത്തെ വെള്ളിയാഴ്ച SKSFന്റെ സഹചാരിയും, 2ാമത്തെ വെള്ളിയാഴ്ച CH സെന്ററും, 3ാമത്തെ വെള്ളിയാഴ്ച ദാറുൽഹുദയുടെ ഒക്കെ കേരളത്തിന്റെ പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ഏകദേശം 10,000-15,000 മക്തബുകൾ, 1,20,000-ഓളം വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന 20 സ്റ്റേറ്റുകളിൽ നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ സംവിധാനം. അതിന് ഇമാമ കേരളത്തിന്റെ പുറത്ത് കർണാടകയുടെയും ആന്ധ്രാപ്രദേശിനോട് ചേർന്ന് ഇന്ന് 4 വില്ലേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 5ാമത്തെ വില്ലേജ് കർണാടകയിലെ ചിത്രദുർഗയിൽ 5ാമത്തെ ഒരു ഗ്രാമത്തിന് കൂടി തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ഒരു ഉദവിയായ ഒരു കോർഡിനേറ്റർ അവിടെ നിർത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്നാണ് സാലറി കൊടുക്കുക. എന്താണോ സാലറി ആ സാലറി ഇവിടുന്ന് കൊടുക്കുക. ആ ഉദവിയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധിക്കുകയും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി വലിയ ചെലവുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ കൊടുക്കണം, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്. അവിടുത്തെ മുഅല്ലിമിന് കൂടുതൽ പൈസ കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പൊ അതിനൊക്കെ അതിന്റെയൊക്കെ ഭാഗമായി ഭാരിച്ച ചെലവുകൾ വരാറുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ് പലപ്പോഴും അതിന് ഉദ്ഘാടനം കുറിക്കാറുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് വാഴ കഴിയുമ്പോൾ ഇവിടെയുള്ള ആളുകൾ എന്നെ സമീപിക്കുകയും കഴിഞ്ഞ് പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ ഉദവി ഉസ്താദുമാരുണ്ട്, അവരെ സമീപിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് സൂറത്ത് യൂസുഫിലേക്ക് വരാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയാം, ഉപ്പ ഞാനൊരു സ്വപ്നം കണ്ടു. അത് പറയാനുള്ളൊരു ബന്ധം ഉപ്പയും മക്കളും തമ്മിലുണ്ടാണ്. ചെറിയ കുട്ടിയേക്ക് മാത്രമല്ല, ഒരു 25 വയസ്സുള്ള മക്കളായാലും 30 വയസ്സുള്ള മക്കളായാലും എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും ഉപ്പയോടും ഉമ്മയോടും തുറന്നു പറയാൻ അവർക്ക് പറ്റണം. ഇതാണ് മാതാപിതാക്കൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത്. രഹസ്യങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയണം. ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ഉപ്പയെ അറിയിക്കണം, ഉമ്മയെ അറിയിക്കണം. ആദ്യം അവരോട് ചോദിക്കണം. വീടെടുക്കുകയാണെങ്കിൽ ഉപ്പയോട് ചോദിക്കണം, ഉമ്മയോട് ചോദിക്കണം. അങ്ങനെ എന്ത് കാര്യങ്ങളും തീരുമാനിക്കുമ്പോ ആദ്യമായി ഉപ്പയോടും ഉമ്മയോടും അഭിപ്രായം ചോദിക്കുന്ന മക്കളായി നമ്മളെല്ലാവരും മാറണം. അതിനുള്ളൊരു അവസരം, അതിനുള്ളൊരു സാഹചര്യം മാതാപിതാക്കളുടെ സ്വഭാവത്തിലും
ഉണ്ടാവണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം ഉപ്പാനെടുത്ത് പോവാം. എന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ആ കുഞ്ഞിന് ഏറ്റവും സ്നേഹമുള്ള ഒരാൾ, ഏറ്റവും അടുത്ത ഒരാൾ ഉപ്പയുടെ അടുത്ത് പോയി പറഞ്ഞു, യാ അബതി, എന്റെ ഉപ്പ, ഇന്നി റഅയ്തു 11 കൗകബാ, ഞാൻ 11 നക്ഷത്രങ്ങളെയാണ് കണ്ടത്. വശംസ, സൂര്യനെ കണ്ടു ഞാൻ. വൽ ഖമറ, ചന്ദ്രനെ കണ്ടു ഞാൻ. റഅയ്തുഹും ലീ സാജിദീൻ, അവയെല്ലാം എന്റെ കാൽക്കൽ വന്ന് സുജൂദ് ചെയ്യുന്ന ഒരു സ്വപ്നം ഞാൻ കാണാനിടയായി എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം പറയാണ്. അപ്പൊ ഉപ്പാക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നതിന്റെ സൂചനയാണ്. അഥവാ തന്റെ മകന് ഏതോ ഒരു ഉന്നതമായ സ്ഥാനവും അധികാരവും ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് സ്വപ്നം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ചില സ്വപ്നങ്ങൾക്ക് അർത്ഥങ്ങളുണ്ടാവും. നമ്മൾ സ്വപ്നം കണ്ടാൽ ആരോട് പറയാൻ പാടില്ലെന്നാണ്. പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ ഏത് ഭാഗത്താണോ നമ്മൾ കിടക്കുന്നത് ആ കിടക്കുന്ന ഭാഗത്ത് നിന്ന് മാറി ഒന്ന് നമ്മൾ 3 തവണ തുപ്പി അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കണമെന്നാണ്. ഏത് ഭാഗത്താണോ നമ്മൾ കിടക്കുന്നത്, പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാൽ, ഇനി വളരെ സന്തോഷം നൽകുന്ന സ്വപ്നം കണ്ടാവരെ നമ്മൾ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല. പല സ്വപ്നങ്ങൾക്ക് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അതിന്റെ വ്യാഖ്യാനങ്ങൾ തേടിപ്പോയി ടെൻഷൻ ആവുകയും വേണ്ട. പാമ്പിനെ കണ്ടുസ്താതെ എന്തായാലും വ്യാഖ്യാനം അറിയില്ല, അതറിയില്ല. അങ്ങനെ വ്യാഖ്യാനം അറിയുന്ന ആളുകൾ വളരെ റയറാണ്, വളരെ കുറവാണ്. അള്ളാഹു തന്നെ അത് അറിയിച്ചു കൊടുക്കണം. പാമ്പിനെ കണ്ടാൽ എന്താവും, മരിച്ചാൾ കണ്ടാൽ എന്താവും, പഠിച്ചു അറിയിച്ചു കൊടുക്കേണ്ടതാണ്. വ്യാഖ്യാനങ്ങൾ പലതും പല പുസ്തകങ്ങളിൽ ഉണ്ടാവും. അത് അവർക്ക് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായിരിക്കും. നമ്മൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പുസ്തകങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. നമ്മൾ കണ്ട സ്വപ്നത്തിന്റെ ഒക്കെ വേറെന്തെങ്കിലും നമ്മുടെ ലൈഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഉസ്താദുമായി ചോദിച്ചിട്ടോ കിതാബ് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അത് അള്ളാഹു തന്നെ നമ്മൾക്ക് അറിയിച്ചു തരണം വിഷയങ്ങൾ എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി. അദ്ദേഹം വളരെ സ്നേഹത്തോടെ മോനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് മോനോട് പറഞ്ഞു, ഈ സ്വപ്നത്തിന്റെ പരിണിത ഫലമായി സ്വന്തം സഹോദരങ്ങൾ വരെ, നിങ്ങളെ ജ്യേഷ്ഠന്മാര് വരെ ശത്രുവാൻ, അസൂയ വെക്കാനുള്ള സാധ്യതയുണ്ട്. അസൂയ അതുണ്ടാവും, അസൂയ വെക്കാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെ ഇടയിലേക്ക് പിശാച് കയറിക്കൂടാൻ സാധ്യതയുണ്ട്. 11 സഹോദരങ്ങളുണ്ടല്ലോ, സഹോദരങ്ങളുടെ ഇടയിലേക്ക് പിശാച് കയറിക്കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിന്റെ സ്വപ്നം നീ നിന്റെ സഹോദരങ്ങളോട് പറയരുത്. സ്വന്തം ജനിച്ച സഹോദരങ്ങളെ ജ്യേഷ്ഠാനുജന്മാരാണ്, ജ്യേഷ്ഠാനുജന്മാർ. ഒരു ഭാര്യയിൽ നിന്ന് മറ്റാള്, മറ്റു മക്കൾ മറ്റു ഭാര്യയിൽ നിന്ന്. ഈ സഹോദരങ്ങളോട് പറയരുത്. പറഞ്ഞാൽ അവർക്കിടയിലേക്ക് വരെ പിശാച് വന്ന്